ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6ലെ ബാലരാമകഥ എന്ന പാഠ്യപുസ്തകത്തിലെ ചിത്രകൂട്ട് മേ ഭരത് എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. चित्रकूट में भरत के राज में थे. अपनी ननिहाल में अयोध्या की घटनाओं से सर्वथा अनभिज्ञ. ഭരത് രാജകുമാരൻ കെ രാജ്യത്തിലായിരുന്നു ആ സമയത്ത്. അപ്നി നനിഹാൽ മേ, തൻ്റെ അമ്മയുടെ വീട്ടിൽ, അതായത് അമ്മൂമ്മയുടെ വീട്ടിൽ. നനിഹാൽ, നാനി കാ ഘർ അല്ലേ. അയോധ്യ കി ഘട്നാവോ സേ സർവഥ അനഭിജ്ഞ. അയോധ്യയിൽ നടക്കുന്ന സംഭവങ്ങളെയൊക്കെ പറ്റി ഒന്നും ആ സമയത്ത് ഭരത രാജകുമാരന് അറിവില്ലായിരുന്നു അല്ലേ. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. അനഭിജ്ഞ എന്ന് പറഞ്ഞാൽ അഞ്ചാൻ, സർവഥ അനഭിജ്ഞ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും അറിവില്ലായിരുന്നു ആ സമയത്ത് അല്ലേ. അവിടെ നടക്കുന്ന ഒരു കാര്യവും അറിയുന്നില്ലായിരുന്നു. ലേക്കിൻ വി ചിന്തിത്തേ, പക്ഷേ ഭയങ്കര എന്തോ ഒരു ടെൻഷൻ അല്ല. ചിന്തിത്ത് എന്ന് പറഞ്ഞാൽ ചിന്തിതനായിരുന്നു, വിഷമത്തിലായിരുന്നു. എന്തോ ഒരു കാര്യം മനസ്സിലിങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഉन्होंने एक सपना देखा था, ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു രാജകുമാരൻ. पर उसका अर्थ पूरी तरह नहीं समझ पा रहे थे. പക്ഷെ അതിൻ്റെ അർത്ഥമാണെങ്കിലോ മുഴുവനായിട്ടും മനസ്സിലാകുന്നില്ലായിരുന്നു ആ സ്വപ്നത്തിൻ്റെ അർത്ഥം. സംഘി സാഥിയോം കെ സാത്ത് ബാത്ചീത് മേ ഉन्होंने कहा, സംഘി സാത്തി കൂട്ടുകാരല്ലേ, കൂടെ ഉണ്ടായിരുന്ന മിത്രങ്ങൾ, അവരുടെയൊക്കെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഭരത രാജകുമാരൻ ഇങ്ങനെ പറഞ്ഞു, मैं नहीं जानता कि उसका अर्थ क्या है, पर सपने से मुझे डर लगने लगा है. मैंने देखा कि समुद्र सूख गया, चंद्रमा धरती पर गिर पड़े, वृक्ष सूख गया, एक राक्षसी पिता को खींच कर ले जा रही है. वे रथ पर बैठे हैं, रथ गधे खींच रहे हैं. എനിക്കറിയില്ല ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന്. പക്ഷേ ആ സ്വപ്നം എന്താണ്, ഇനിയിപ്പോൾ എനിക്ക് സ്വപ്നം കാണുന്നത് തന്നെ ഇപ്പോൾ ഭയമാണ്. मुझे सपने से मुझे डर लगने लगा है. मैंने देखा कि समुद्र सूख गया. സമുദ്രം വറ്റിയ സമുദ്രമാണ് അല്ലേ. സമുദ്രം വറ്റിപ്പോയതായിട്ടാണ് ഞാൻ കണ്ടത്. ചന്ദ്രമ ധർത്തി പർ ഗിർപടെ, ചന്ദ്രമ ഭൂമിയിലോട്ട് വീഴുകയാണ്. വൃക്ഷ സൂഖ് ഗയ, വൃക്ഷങ്ങളൊക്കെ ഉണങ്ങിപ്പോവുകയാണ്. ഏക് രാക്ഷസി പിതാക്കോ ഖീഞ്ച് കർ ലേ ജാ രഹി ഹൈ, ഒരു രാക്ഷസി അച്ഛനെ വലിച്ചഴച്ചു കൊണ്ടുപോവുകയാണ്. വേ രഥ് പർ ബൈഠേ ഹൈ, രഥ് ഗധേ ഖീഞ്ച് രഹേ ഹൈ. അച്ഛൻ രഥത്തിലിരിക്കുന്നതായിട്ടും പിന്നെ രഥത്തെ കഴുതകൾ വലിച്ച് കൊണ്ടുപോകുന്നതായിട്ടുമാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതുകൊണ്ട് എനിക്ക് ഭയം തോന്നുന്നു. സ്വപ്നത്തെ ഞാനിപ്പോൾ ഭയക്കുന്നു എന്നാണ് ഭരത രാജകുമാരൻ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞത്. जिस समय भरत मित्रों को अपना सपना सुना रहे थे, ठीक उसी समय अयोध्या से घुड़सवार दूत वहाँ पहुँचे. അവരുടെ ഭരത രാജകുമാരൻ തൻ്റെ മിത്രങ്ങളോടൊക്കെ തൻ്റെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ സമയത്ത്, ഠീക്ക് ഉസി സമയം, ആ സമയത്ത് തന്നെ അവിടെ അയോധ്യയിൽ നിന്നുള്ള കുതിരവണ്ടിയിൽ സവാരി ചെയ്തിട്ട് ദൂതന്മാരവിടെ എത്തിച്ചേർന്നു. അയോധ്യയിൽ നിന്നും ദൂതന്മാരെ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ദൂതന്മാർ അവിടെ ആ സമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്നു. ഘുഡ്സവാറോ നേ ഛോട്ടാ രാസ്ത ചുനാത്ത, അവർ ചെറിയ വഴികളിലൂടെയൊക്കെയാണ്, ഇടവഴിയിലൂടെയൊക്കെ വേഗം എത്താനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവർ വേഗം എത്തിച്ചേരുകയും ചെയ്തു. ജൽദി പਹੁँचने വേഗം എത്തുന്നതിനായിട്ട്. ഭരത് കോ സന്ദേശ് മില, ഭരത് രാജകുമാരന് സന്ദേശം ലഭിച്ചു. വെ തത്കാൽ അയോധ്യ ജാനെ കെ ലിയെ തയ്യാർ ഹോ ഗए, ഉടനെ തന്നെ തത്കാൽ അല്ലേ, തത്കാൽ അയോധ്യ ജാനെ കെ ലിയെ തയ്യാർ ഹോ ഗए, ഉടനെ തന്നെ പോകാൻ തയ്യാറായി. ननिहाल में भरत का मन नहीं लग रहा था, उचट गया था. वे अयोध्या पहुंचने को उतावले थे. നനിഹാൽ മേ, അതായത് കെ രാജ്യത്ത് ഭരത രാജകുമാരന് മനസ്സ് ഉറയ്ക്കുന്നില്ലായിരുന്നു. അവിടെ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. വേ അയോധ്യ പਹੁँचने ഉത്താവലേ थे, അവിടെ എങ്ങനെയെങ്കിലും എത്തിച്ചേർന്നാൽ മതി എന്നായിരുന്നു ഭരത മഹാരാജാന്. എക്സൈറ്റഡ് ആയിരുന്നു, എങ്ങനെയെങ്കിലും എത്തിച്ചേരണം അവിടെ അല്ലേ. ഉത്താവലേ थे. കെ രാജിനെ ഭരത് കോ വിദാ കിയ. കെ രാജ് കൈകേയിയുടെ പിതാവ് അവിടുന്ന് ഭരത രാജകുമാരന് വിട പറഞ്ഞു. 100 രഥവും ഓർ സേനാ കെ സാത്ത്, 100 രഥങ്ങളും പിന്നെ സൈന്യവുമായിട്ട് അവിടുന്ന് വിട പറഞ്ഞു അയച്ചു. ഉൻഹേ ഗുഡ്സവാരോം സേ अधिक समय लगा, लंबा रास्ता पकड़ना पड़ा. सेना और रथ खेतों से होकर नहीं जा सकते थे.
वे 8 दिन बाद अयोध्या पहुँचे, नदी पर्वत लांघते थके हुए और चिंतित. അപ്പോൾ കൂടുതൽ സമയം എടുത്തു ഭരതരാജകുമാരൻ അവിടെ അയോധ്യയിൽ എത്തിച്ചേരാൻ. കാരണം വലിയ ഒരു വഴി, നീളമുള്ള വഴിയാണ് എടുത്തത്. കാരണം ചെറിയ വഴികളിലൂടെ അവർക്ക് ഈ സൈന്യവും രഥങ്ങളും ഒക്കെ ആയിട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം കൃഷിസ്ഥലങ്ങളിലൂടെ ഒന്നും ഈ സൈന്യത്തെയും രഥത്തെയും ഒന്നും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് വേറെ ചെറിയ ചെറിയ വഴികൾ എടുത്തിട്ട് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. അതായത് വേഗം എത്തിച്ചേരാൻ അവർക്ക് സാധിച്ചില്ല. 8 ദിൻ ബാദ് അയോധ്യ പਹੁഞ്ച. അവർ 8 ദിവസങ്ങൾക്ക് ശേഷമാണ് അയോധ്യയിൽ എത്തിച്ചേർന്നത്. നദി പർവ്വത് ലാങ്ത്തെ, നദികളും പർവ്വതങ്ങളും ഒക്കെ താണ്ടി അവർ അവിടെ എത്തിച്ചേർന്നു. ഥക്കേ ഹുവേ, ക്ഷീണിതരായി, ഓർ ചിന്തിതരും അല്ലേ. भरत ने अयोध्या नगरी को दूर से देखा. नगर उन्हें सामान्य नहीं लगा, बदला बदला सा था. ഭരതരാജകുമാരൻ ദൂരെ നിന്ന് അയോധ്യ നഗരിയെ വീക്ഷിച്ചു. ആ സമയത്ത് നഗർ ഉന്നെ സാമാന്യ നഹി ലഗ, സാമാന്യ അതായത് സാധാരണ കാണുന്നത് പോലെ അല്ലായിരുന്നു അയോധ്യയുടെ ആ സമയത്തെ സ്ഥിതി. ബദ്ലാ സാഥ, എല്ലാം എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന പോലെ. अनिष्ट की आशंका उन्हें मन में और गहरी हो गई, उनके मन में और गहरी हो गई. അനിഷ്ട കി ആശങ്ക, അതായത് എന്തോ ഇഷ്ടമില്ലാത്ത എന്തോ കാര്യമാണ് നടന്നത് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് എന്നൊരു ചിന്ത മനസ്സിലിങ്ങനെ ഡീപ്പായിട്ട് ഉയരുന്നുണ്ടായിരുന്നു, മനസ്സിലിങ്ങനെ വരുന്നുണ്ടായിരുന്നു ആ ചിന്ത. യഹ് മേരി അയോധ്യ നഹി ഹൈ, ക്യാ ഹോ ഗയാ ഹൈ ഇസേ. ഉൻഹോനെ പൂച്ച, ഇതെൻ്റെ അയോധ്യ അല്ല, ഇതിനെന്തു പറ്റി എന്ന് ഭരതരാജകുമാരൻ ചോദിക്കുകയാണ്. സഡ്കേ സുനി ഹെ, ബാഗ് ബഗീച്ചെ ഉദാസ് ഹെ, സബ് ലോഗ് കഹാ ഗയേ, വഹ് തുമുൽനാഥ് കഹാ ഹെ, പക്ഷി ഭീ കൽരവ് നഹി കർ രഹേ. അദ്ദേഹം ചോദിക്കുകയാണ്, എല്ലാ വഴികളും എല്ലാം എന്താണ്, വിജനമായിട്ട് കിടക്കുകയാണ്. ബാഗ് ബഗീച്ചെ, പൂന്തോട്ടങ്ങളും ഒക്കെ എന്താണ്, ഉദാസ്, വിഷമിച്ചിരിക്കുകയാണ്, അതായത് നിശബ്ദത, എല്ലായിടത്തും നിശബ്ദതയാണ്. സബ് ലോഗ് കഹാ ഗയേ, എല്ലാവരും എവിടെ പോയി. തുമുൽനാഥ് കഹാ ഹെ, ആ തുമുൽനാഥ് രണഭേരി അല്ലേ, എന്താണ് ആ കോലാഹലം, അതൊന്നും ഇല്ലല്ലോ. പക്ഷി ഭീ കൽരവ് നഹി കർ രഹേ, പക്ഷികളുടെ സുന്ദരമായ ശബ്ദങ്ങൾ അതൊന്നും കേൾക്കുന്നില്ല. ചെഹചെഹാട്ട് അല്ലേ. ഇത്നി ചുപ്പി ഹോ ഗയി, ചുപ്പി ക്യൂ ഹേ, ഇത്ര നിശബ്ദത എന്താണ് ഇവിടെ. കിസിനെ ഭരത് കെ പ്രശ്നോ കാ ഉത്തർ നഹി ദിയ, ആരും ഭരത രാജകുമാരന് ഉത്തരം നൽകിയില്ല. नगर पहुंचते ही भरत सीधे राजभवन गए, महाराज दशरथ के प्रासाद की ओर. महाराज वहाँ नहीं थे. അപ്പോൾ നഗരത്തിലെത്തിയ സമയം ഉടനെ തന്നെ ഭരതരാജകുമാരൻ രാജഭവനത്തിലോട്ട് പോയി, മഹാരാജ് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലോട്ട്. പ്രാസാദ് എന്ന് പറഞ്ഞാൽ ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക്. മഹാരാജ് വഹാ നഹി ഥേ, ഫിർ വേ കൈകേയി കെ മെഹൽ കി ഓർ ബഡേ. മഹാരാജാവ് അവിടെ ഇല്ലാത്തത് കാരണം കൈകേയി തൻ്റെ മാതാവിൻ്റെ പക്കൽ അല്ലേ, മാതാവിൻ്റെ പക്കലോട്ട് പോയി. മാനെ ആകെ ബഡ്കർ പുത്രക്കോ ഗലേ ലഗാ ലിയ. അമ്മ മുന്നോട്ട് നീങ്ങി പുത്രനെ ആലിംഗനം ചെയ്തു. परंतु भरत की आंखें पिता को ढूंढ रही थी. उन्होंने माँ से पूछा, അതിനുശേഷം ആ സമയത്ത് അമ്മ ആലിംഗനം ചെയ്യുമ്പോഴും ഭരതരാജകുമാരൻ്റെ മനസ്സ് മുഴുവനും അച്ഛനെ പറ്റിയായിരുന്നു ചിന്ത അല്ലേ. അച്ഛൻ എവിടെ എന്നായിരുന്നു, കാരണം അച്ഛനെയായിരുന്നു നോക്കുന്നത്, എവിടെയാണ് അച്ഛൻ എന്ന് നോക്കുകയായിരുന്നു. ഉन्होंने माँ से पूछा, അമ്മയോട് ചോദിക്കുകയും ചെയ്തു. പുത്ര തുമാരെ പിതാ ചലേ ഗയേ ഹെ. അപ്പം അമ്മ ഉത്തരം പറഞ്ഞു, അച്ഛനിപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. वहाँ जहाँ एक दिन हम सबको जाना है, उनका निधन हो गया है. ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം അന്തരിച്ചു എന്ന് പുത്രനെ അറിയിച്ചു. ഭരത് യഹ് സുനത്തെ ഹി शोक में डूब गए, पछाड़ खाकर गिर पड़े, विलाप करने लगे. माँ कैकेयी ने उन्हें उठाया, ढांढस बंधाया. कहा, उठो पुत्र, यशस्वी कुमार शोक नहीं करते, तुम्हारा इस प्रकार दुखी होना उचित नहीं है, രാജഗുണോ കെ വിരുദ്ധ ഹെ, അപ്നെ കോ സംഭാലോ. അപ്പോൾ കൈകേയി തൻ്റെ മകനോട് പറഞ്ഞു, ഉഠോ പുത്രനേക്കോ മകനെ, യശസ്വി കുമാരന്മാർ അല്ലെ, യശസ്വി ആയിട്ടുള്ള പ്രതാപശാലികളായിട്ടുള്ള കുമാരന്മാർ ഇങ്ങനെ ശോകത്തിൽ മുഴുകാറില്ല അല്ലേ, ദുഃഖിതരാകാറില്ല. തുമാര ഇസ് പ്രകാർ ദുഃഖി ഹോന ഉചിത് നഹി, ഇങ്ങനെ ദുഃഖിതനാകുന്നത് ഉചിതമല്ല. രാജഗുണോ കെ വിരുദ്ധ, രാജഗുണത്തിന് വിരുദ്ധമാണ്. അപ്നെ കോ സംഭാലോ, സ്വയം നിയന്ത്രിക്കൂ.
ക്യാസെ ക്യാ ഹോ ഗയാ, ഇങ്ങനെയൊക്കെ വിചാരിച്ചത് അതൊന്നും നടക്കാതെ എന്തോ ഇങ്ങനെ എല്ലാം മാറി അല്ലേ. ഭരത് യഹ് മാൻകർ ചൽ രഹേ ഥേ കി പിതാ രാജാഭിഷേക് കി തയ്യാരിയോ മേ വ്യസ്ത് ഹോങ്കെ. ഭരത് രാജകുമാരൻ വിചാരിച്ചത് എന്താണ്, തൻ്റെ പിതാവ് രാജാഭിഷേകത്തിനായിട്ടുള്ള തയ്യാറെടുപ്പിൽ മുഴുകിയിരിക്കുകയാണ്. സബ് കുച്ച് ഉൾട്ടാ ഹോ ഗയ, എല്ലാം മാറി എല്ലാ കാര്യങ്ങളും മറിച്ചാണ് നടന്നത്. ഉन्होंने मेरे लिए कोई संदेश दिया, അച്ഛൻ പിതാവ് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സന്ദേശം നൽകിയിരുന്നോ? ഭരത് ने माँ से पूछा, അമ്മയോട് ചോദിച്ചു. नहीं, अंतिम समय में उनके मुँह से केवल 3 शब्द निकले. അന്തിമ സമയത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും എന്താണ് 3 ശബ്ദങ്ങളെ വന്നിട്ടുള്ളൂ. ഹേ രാം, ഹേ സീതേ, ഹേ ലക്ഷ്മൺ, തുമ്ഹാരെ ലിയേ കുച്ച് നെയ്, നിനക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല. भरत व्याकुल थे, विकलता बढ़ती ही जा रही थी. वह तुरंत राम के पास जाना चाहते थे. ഭരത രാജകുമാരൻ വ്യാകുലനായ, അതായത് വിഷമിതനായിരുന്നു അല്ലേ. വികലത ബഡ്ത്തി ഹി ജാ റഹി തി, വ്യാകുലത ബഡ്ത്തി ഹി ജാ റഹി തി, ആ വിഷമം കൂടിക്കൊണ്ട് വരികയായിരുന്നു. വ തുരന്ത് രാം കെ പാസ് ജാനാ ചാത്തെ, ഉടനെ ശ്രീരാമൻ്റെ പക്കൽ പോകാൻ ആഗ്രഹിച്ചു. മഹാരാജ് ने उन्हें वनवास दे दिया है 14 वर्ष के लिए. सीता और लक्ष्मण भी राम के साथ गए हैं. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, മഹാരാജാവ് അവർക്ക് വനവാസം നിശ്ചയിച്ചോ? 14 വർഷക്കേലി, അതും 14 വർഷത്തേക്ക് സീതയും ലക്ഷ്മണനും ശ്രീരാമൻ്റെ കൂടെ പോയോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. കൈകേയിനെ ഭരത് കാ മൻ പढ़ते हुए कहा, वह जानती थी कि भरत यहाँ से सीधे राम के पास ही जाएंगे. അത് കേട്ട് കൈകേയിക്ക് മനസ്സിലായി, ഭരതിൻ്റെ മനസ്സ് പഠിച്ചു അല്ല, മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കി. वह जानती थी कि भरत यहाँ से सीधे राम के पास ही जाएंगे. കൈകേയിക്ക് അറിയാമായിരുന്നു ഭരതൻ ശ്രീരാമൻ്റെ പക്കലേ പോകത്തുള്ളൂ, നേരെ ശ്രീരാമൻ്റെ പക്കലാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. परंतु वनवास क्यों? भ्राता राम से कोई अपराध हुआ? പക്ഷെ വനവാസം എന്തിനാണ് നൽകിയത്? ഭ്രാത രാം, അതായത് ചേട്ടൻ അല്ലേ, ശ്രീരാമൻ എന്ത് അപരാധമാണ് ചെയ്തിട്ടുള്ളത്? എന്ത് അപരാധമാണ് ആയത് ശ്രീരാമൻ്റെ കയ്യിൽ നിന്നും? എന്ത് അപരാധമാണ് ശ്രീരാമൻ ചെയ്തത് എന്ന് ഇങ്ങനെ ചോദിച്ചു. राम ने कोई अपराध नहीं किया, महाराज ने उन्हें दंड भी नहीं दिया. इसके लिए मैंने महाराज दशरथ से प्रार्थना की थी. ശ്രീരാമൻ ഒരു അപരാധവും ചെയ്തിട്ടില്ല, മഹാരാജാവ് ശിക്ഷയും നൽകിയിട്ടില്ല. അതിനുവേണ്ടി ഞാൻ മഹാരാജാ ദശരഥിനോട് ഞാനാണ് അപേക്ഷിച്ചത്, പ്രാർത്ഥന की थी. मुझे तुम्हारे हित में यही उचित लगा. നിനക്ക് വേണ്ടി, നിന്റെ നല്ലതിനു വേണ്ടി ഇതാണ് ശരി എന്ന് ആ സമയത്ത് തോന്നി. मैं तुम्हारा अहित नहीं देख सकती थी. നിനക്ക് നല്ലത് മാത്രം വരണം എന്നാഗ്രഹിച്ചാണ്. അഹിത് എന്ന് പറഞ്ഞാൽ നല്ലത് അല്ലാത്തത് അല്ലേ, ഒന്നും വരരുത് എന്നാഗ്രഹിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് അഹിത് ദേഖ് നഹി സക്തി, അഹിത് ആവുന്നത് എനിക്ക് കാണാൻ സാധ്യമല്ല, അതായത് നല്ലത് വരാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കൈകേയിനെ കഹ, वरदान की पूरी कथा सुनाते हुए उन्होंने कहा, उठो पुत्र राज, गद्दी संभालो, अयोध्या का निष्कंटक राज्य अब तुम्हारा है. അമ്മ ഇങ്ങനെ മകനോട് കഥ മുഴുവൻ, അതായത് വരദാനത്തിൻ്റെ എല്ലാ കഥകളും എല്ലാം തന്നിട്ട് പറഞ്ഞു, ഉഠോ പുത്ര, എണീക്കൂ മകനെ, രാജഗദ്ദി സംഭാലോ, അതായത് രാജ്യഭരണം ഏറ്റെടുക്കൂ, അയോധ്യാക്ക നിഷ്കണ്ഠക് രാജ്യ, നിഷ്കണ്ഠക് എന്ന ബാധാരഹിതത്, ഒരു വിഘ്നവുമില്ലാതെ എനിക്ക് ഈ രാജ്യം ഇനി ഭരിക്കാം. ഭരത് അപ്നാ ക്രോധ് റോക് നഹി സകി, ഭരത രാജകുമാരന് ക്രോധം സഹിക്കാൻ പറ്റിയില്ല, ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. ചീക്ക് പടേ, ഒച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു, യഹ് തുമ്നെ ക്യാ കിയാ മാത്തേ, ഇതെന്താണ് ചെയ്തത് അമ്മേ? ഏസ അനർത്ഥ്, ഇങ്ങനെയുള്ള അനർത്ഥം, ഘോർ അപരാധ്, ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തത്. അപരാധിനി ഹോ തും, അപരാധിനിയാണ്, തെറ്റുകാരിയാണ്. വൻ തുമേ ജാനാ ചാഹിയേത്ത, തുമേ ജാനാ ചാഹിയേത്ത, വനത്തിൽ അമ്മയാണ് പോകേണ്ടിയിരുന്നത്. രാം കൊനഹി, ശ്രീരാമ അതായത് ചേട്ടനല്ല പോകേണ്ടിയിരുന്നത്. മേരെ ലിയേ യഹ് രാജ് അർത്ഥഹീൻ ഹൈ, എനിക്ക് വേണ്ടി ഇത് ഒരു അർത്ഥവുമില്ല ഈ രാജഭരണം എന്നത്. പിതാക്കോ ഖോക്കർ, അതും അച്ഛനെ എന്താണ് നഷ്ടപ്പെട്ടിട്ട്. ഭായി സേ ബിഛഡ്കർ, ചേട്ടനെ നഷ്ടപ്പെട്ടിട്ടല്ലേ, ചേട്ടനെ എന്താണ് ചേട്ടനിൽ നിന്നും വിട്ടു നിന്നിട്ട്. നഹി ചാഹിയേ മുझे ऐसा राज्य, എനിക്ക് വേണ്ട ഇങ്ങനത്തെ ഒരു രാജ്യം എനിക്ക് വേണ്ട. इस बीच मंत्रीगण और सभासद भी वहाँ आ गए. അതേ സമയത്ത് അവിടെ മന്ത്രിഗണും
പിന്നെ മന്ത്രിജനങ്ങളും പിന്നെ സഭയിലുള്ള ആളുകളും അവിടെ എത്തിച്ചേർന്നു. ഭരത് ബോൾത്തേ രഹേ, ഭരത രാജകുമാരനാണെങ്കിലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. തുമ്നെ പാപ് കിയാ ഹെ മാത്തേ, അമ്മ പാപം ചെയ്തിട്ടുണ്ട്. ഇത്നാ സാഹസ് കഹാസെ ആയ, ഇത്രയും സാഹസം എവിടെ നിന്ന് വന്നു? ആയ തുമ്മെ കിസ്നെ തുമാരി ബുദ്ധി ഭ്രഷ്ടക്കി, ആരാണ് ബുദ്ധി ഭ്രഷ്ടമാക്കിയത്? അത് ആരാണ് ഈ ബുദ്ധി പറഞ്ഞു നൽകിയത്? ഉൾട്ടാ പാട്ട് കിസ്നെ പടായ, ആരാണ് ഈ എന്താണ് തലതിരിഞ്ഞ അല്ലെങ്കിൽ തിരിഞ്ഞ ബുദ്ധി അല്ലെങ്കിൽ തിരിഞ്ഞ പാഠം ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? അല്ലേ, തെറ്റായ പാഠം ആരാണ് പഠിപ്പിച്ചു നൽകിയത്? യഹ് അപരാധ് അക്ഷമ്യ ഹെ, ഈ അപരാധം ക്ഷമിക്കാൻ സാധിക്കാത്തതാണ്. അക്ഷമ്യ എന്ന് പറഞ്ഞാൽ അൺപാർഡനബിൾ, ക്ഷമിക്കാൻ സാധിക്കാത്തതാണ്. മേ രാജ്പദ് നഹി ഗ്രഹൺ കറുങ്ക, ഞാൻ ഈ രാജഭരണം ഏറ്റെടുക്കത്തില്ല, ഗ്രഹൺ നഹി കറുങ്ക. തുമ്നെ ഏസാ സോച്ചാ കേസെ, അമ്മ ഇങ്ങനെ ആലോചിക്കുക തന്നെ എങ്ങനെ ചെയ്തു? ഇത് എങ്ങനെ ആലോചിക്കാൻ തന്നെ എങ്ങനെ തോന്നി? സഭാസദോं की ओर मुड़ते हुए ഭരത് ने हाथ जोड़कर कहा, സഭയിലുള്ള ആളുകളുടെ മുന്നിൽ ഇങ്ങനെ കൈ ഇങ്ങനെ കോർത്തിട്ട്, അതായത് ഇങ്ങനെ നമസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ഹാത്ത് ജോഡ്കർ കഹാ, ആപ് ഭീ സുൻ ലേ, മേരി മാ നെ ജോ കിയാ ഹൈ ഉസ്മേ മേരാ കോയി ഹാത്ത് നഹീ ഹൈ, നിങ്ങളും കേട്ടുകൊള്ളുക, എൻ്റെ അമ്മ ഇവിടെ ചെയ്ത കാര്യത്തിൽ എനിക്ക് ഒരു എന്താണ് കയ്യുമില്ല. അതായത് ഉസ്മേ മേരാ കൊയ് ഹാത്ത് നഹീ ഹൈ, എന്നെ തെറ്റിദ്ധരിക്കാതെ, ഇത് എനിക്ക് എൻ്റെ അറിവിൽ നടന്ന കാര്യങ്ങളല്ല. മേ റാം കി സൗഗന്ധ് ഖാക്കർ കഹത്താ ഹൂം, ശ്രീരാമനെ എന്താണ് സത്യം വെച്ച് ഞാൻ പറയുകയാണ്, ഇത് എൻ്റെ അറിവിൽ നടന്ന കാര്യമല്ല. मैं राम के पास जाऊंगा, उन्हें मना कर लाऊंगा, प्रार्थना करूंगा कि वे गद्दी संभाले, मैं दास बनकर रहूंगा. ഞാൻ ശ്രീരാമൻ്റെ പക്കൽ പോവുകയും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി സമ്മതിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യും. പ്രാർത്ഥന കറുക, ഞാൻ റിക്വസ്റ്റ് ചെയ്യും തിരിച്ച് രാജസിംഹാസനം ഏറ്റെടുക്കാനായിട്ട്, അല്ലേ. मैं दास बनकर रहूंगा, ഞാനൊരു ദാസനായിട്ട് നിൽക്കും. भरत बहुत उत्तेजित हो गए थे, स्वयं पर नियंत्रण नहीं रख सके, बोलते बोलते उनकी सांस उखड़ने लगी, वे ചക്രാകർ ധർത്തി पर गिर पड़े. ഭരത് बहुत उत्तेजित വളരെയധികം ദേഷ്യത്തിലായിരുന്നു. ഭരത് സ്വയം പർ നിയന്ത്രൺ നഹി റഖ് സക്കെ, സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. സംസാരിച്ച് എന്താണ് ശ്വാസം കിട്ടാതെയായി, അല്ലെ, ഷോർട്ട് ബ്രെത്ത്. സാസ് ഉഖഡ്നെ ലഗി, വേ ചക്രാകർ ധർത്തി പർ ഗിർ പടെ, അതായത് മൂർച്ഛിതനായി താഴെ വീണു. സുദ്ബുദ്ധ് ലോട്ടി തോ ഭരത് റാണി കൗശല്യ കെ മെഹൽ കി ഓർ ചൽ പടെ. ബോധം വന്നതും ഭരത് രാജകുമാരൻ നേരെ കൗശല്യ മാതയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു, കൊട്ടാരത്തിലേക്ക് പോയി. ഉൻസെ ലിപട്ട് കർ ബച്ചോं की तरह बिलख कर रोए, അമ്മയെ കെട്ടിപ്പിടിച്ച കൗസല്യ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് എന്താണ് ലിപട്കർ, അല്ലേ, ലിപട്കർ ബച്ചോं की तरह, കുട്ടികളെ പോലെ ഇങ്ങനെ കരയാൻ തുടങ്ങി. ബിലഖ് കർ റോയി, വളരെയധികം വിഷമിച്ച് കരയാൻ തുടങ്ങി. ഉൻകെ ചരണോ മേ ഗിർ പടേ, കാലിലോട്ട് വീണു, മാപ്പ് ചോദിച്ചു. കൗശല്യ आहत थी, उन्होंने कहा, पुत्र तुम्हारी मनोकामना पूरी हुई, तुम जो चाहते थे हो गया, राम अब जंगल में हैं, अयोध्या का राज तुम्हारा है, मुझे बस एक दुख है, कैकेयी ने राज लेने का जो तरीका अपनाया वह अनुचित था, निर्मम था. तुम राज करो पुत्र, पर मुझ पर एक दया करो, मुझे मेरे राम के पास भिजवा दो. सुबह तक शत्रुघ्न को पता चल गया था कि कैकेयी के कान किसने भरे. രാവിലെ ആകുമ്പോഴേക്കും ശത്രുഘ്നന് മനസ്സിലായി കഴിഞ്ഞിരുന്നു കൈകേയിയെ ആരാണ് ഇങ്ങനത്തെ വേണ്ടാത്ത ബുദ്ധിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അതായത് കാൻ ഭർണ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേണ്ടാത്തത് മറ്റുള്ളവർക്ക് പറഞ്ഞ് കേൾപ്പിക്കുക. മന്ഥര അയോധ്യ കെ ഘട്ടനാക്രം സെ ഘബറാ ഗയി थी. മന്ഥരയാണെങ്കിലോ അയോധ്യയിൽ നടക്കുന്ന എല്ലാ ഈ സംഭവ വികാസങ്ങളൊക്കെ കേട്ടിട്ട് പേടിച്ചിരിക്കുകയായിരുന്നു. छिप गई, ഒളിച്ചു. कुछ दिनों से उसे किसी ने नहीं देखा, ആരും കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. भरत और शत्रुघ्न राम को वापस लाने पर मंत्रणा कर रहे थे. ഭരതും ശത്രുഘ്നും ശ്രീരാമനെ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്താണ് ആശയവിനിമയം നടത്തുന്നുണ്ട്. അതായത് തമ്മിലിങ്ങനെ വിചാർ വിമർശ് കരണം, അതാണ് മന്ത്രണ. ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ശ്രീരാമനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നത്. തഭി ശത്രുഘ്ന की दृष्टि बचकर निकलती मंथरा पर पड़ी. അതേ സമയത്ത് ശത്രുഘ്നൻ പെട്ടെന്ന് ആരെ കണ്ടു? ബച്കർ നിക്കൽത്തി മന്ഥര पर पड़ी. എങ്ങനെയോ രക്ഷപ്പെട്ട് പോകാനുള്ള ശ്രമത്തിലായിരുന്നു മന്ഥര. ആ സമയത്ത് ശത്രുഘ്നൻ മന്ഥരയെ കണ്ടു. ഉൻഹോനെ ലപക്
कर उसके बाल पकड़ ले. ചാടി വേഗത്തിൽ ചാടി മുടിയെ കയറി പിടിച്ചു. खींचते हुए ഭരത് के सामने लाए. വലിച്ചിഴച്ച് ഭരതരാജകുമാരൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഭരത് को दासी की भूमिका बताई. ഭരതരാജകുമാരന് ആ ദാസി, അതായത് മന്ഥര ചെയ്ത എല്ലാ കാര്യങ്ങളൊക്കെ അറിയിച്ചു. ഭൂമിക എന്ന് പറഞ്ഞാൽ ആ പാർട്ട് അല്ലെ, ക്യാരക്ടർ, ആ സമയത്ത് എന്തൊക്കെ അവർ ചെയ്തു എന്ന കാര്യം പറഞ്ഞു. ശത്രുഘ്ന ഉസെ ജാൻ സെ മാർ ദേനെ പർ ഉദ്യത്ത് ഥേ. ഉദ്യത്ത് എന്ന് പറഞ്ഞാൽ തയ്യാറായിരുന്നു. ശത്രുഘ്നൻ മന്ഥരയെ കൊല്ലാനായിട്ട് പോലും തയ്യാറായി നിൽക്കുകയായിരുന്നു. ഉദ്യത്തെ. ഭരത്തിനെ ബീച്ച് ബച്ചാവ് കിയ, മീഡിയേറ്റ് ചെയ്ത്, അത് ഭരത് ഇടയ്ക്ക് കയറി രക്ഷപ്പെടുത്തി. मुनि वशिष्ठ अयोध्या का രാജസിംഹാസനം റിക്ത് नहीं देखना चाहते थे. വശിഷ്ഠ മുനി അയോധ്യയിലെ രാജസിംഹാസനം ഇങ്ങനെ ഖാലിയായിട്ട് കിടക്കുന്നത് കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല. റിക്ത് ഖാലി. ഖാലി സിംഹാസൻ കെ ഖത്രോം സേ വേ പരിചിത്തെ. ഇങ്ങനെ ഖാലി കിടക്കുന്ന രാജസിംഹാസനത്തിൻ്റെ രാജസിംഹാസനം ഇങ്ങനെ ഖാലി കിടന്നാൽ ഉണ്ടാകുന്ന വിപത്തുകൾ അല്ലേ, അതിനെപ്പറ്റി അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ടായിരുന്നു, അതായത് അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരുന്നു. ഉन्होंने സഭ ബുലായി ഭരത് और ശത്രുഘ്ന को ആമന്ത്രിത് കിയ. അങ്ങനെ സഭ വിളിച്ചു വരുത്തി. ഭരത് രാജകുമാരനെയും ശത്രുഘ്ന രാജകുമാരനെയും വിളിച്ചു വരുത്തി. ആമന്ത്രിത് കിയ, ഇൻവൈറ്റ് ചെയ്തു. ഭരത് സെ കഹാ വത്സ് തും രാജ്കാജ് സംഭാലോ. അപ്പോൾ ഭരത് രാജകുമാരനോട് വശിഷ്ഠമുനി പറഞ്ഞു, ഇനി രാജഭരണം ഏറ്റെടുത്തോളൂ, സൂക്ഷിച്ചോളൂ, രാജഭരണം ഏറ്റെടുത്തോളൂ. पिता के निधन और बड़े भाई के वनगमन के बाद यही उचित है. അപ്പോൾ അച്ഛൻ നിര്യാതനായി. അപ്പോൾ ചേട്ടനാണെങ്കിലോ ശ്രീരാമൻ വനഗമനം അല്ലേ, അതായത് വനത്തിലോട്ട് യാത്രയായി, വനവാസത്തിന് പോയി. അപ്പോൾ ഇനി അത് രാജ്കാജ് അല്ലേ, ഇനി രാജഭരണം ഏറ്റെടുക്കുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞു. ഭരത് ने महर्षि का आग्रह अस्वीकार कर दिया. ഭരത രാജകുമാരൻ മഹർഷിയുടെ ഈ ആഗ്രഹം സ്വീകരിച്ചില്ല, अस्वीकार कर दिया. बोले, मुनिवर यह राज्य राम का है, वही इसके अधिकारी हैं. मैं यह पाप नहीं कर सकता. हम सब वन जाएंगे और राम को വാപ്പസ് ലായെങ്കിൽ. അപ്പോൾ മുനിവർ, ഈ രാജ്യം ശ്രീരാമൻ്റേതാണ്. വഹി ഇസ്കെ അധികാരി, അദ്ദേഹം മാത്രമാണ് ഇതിൻ്റെ അധികാരി. മേ യഹ് പാപ് നഹി കർ സക്ത, എനിക്ക് ഈ പാപം ചെയ്യാൻ പറ്റത്തില്ല. ഹം സബ് വൻ ജായെങ്കിൽ, ഞങ്ങളെല്ലാവരും വനത്തിൽ പോയി ശ്രീരാമനെ തിരിച്ച് ഞങ്ങൾ കൊണ്ടുവരും. വൻ ജാനെ കെ ലിയെ സഭി തയ്യാർ थे. ആ സമയത്ത് എല്ലാവരും തയ്യാറായിരുന്നു ശ്രീരാമനെ വിളിച്ച് തിരിച്ചു കൊണ്ടുവരാൻ. സഭി തയ്യാർ थे. ഭരത് ने सबके मन की बात कही थी. ഭരതരാജകുമാരൻ ആ പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിലെ കാര്യം തന്നെയായിരുന്നു. സബ്കി ഇച്ഛാ थी कि राम അയോധ്യ लौट आए. അപ്പം എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ശ്രീരാമൻ അയോധ്യയിലോട്ട് തിരിച്ചു വരണം എന്നുള്ളത്. अगली सुबह भरत सभी मंत्रियों और सभासदों के साथ वन के लिए चले. അപ്പം അടുത്ത ദിവസം രാവിലെ ഭരത രാജകുമാരൻ എല്ലാ മന്ത്രിമാരും സഭയിലുള്ള സദസ്സിലെ എല്ലാ ആളുകളും എല്ലാവരുടെയും കൂടെ ഉൻകെ സാത്ത് വൻ കെ ലിയെ ചലെ, അങ്ങനെ വനത്തിലോട്ട് യാത്രയായി. ഗുരു വശിഷ്ഠ സാത്തേ നഗരവാസി ബി ഥേ. വശിഷ്ഠമുനിയും കൂടെയുണ്ടായിരുന്നു, നഗരവാസികളും. അയോധ്യക്ക് ചതുരംഗിണി സേന തോ ഥീ ഹി. അയോധ്യയിലെ ചതുരംഗിണി സേന എന്ന് പറഞ്ഞാൽ ഹാത്തി, രഥ്, ഘോഡ, പിന്നെ പേദൽ, അതായത് എലിഫൻറ്റിൻ്റെ മുകളിലും പിന്നെ കുതിരയുടെ മുകളിലും പിന്നെ രഥത്തിലും പിന്നെ നടന്നിട്ടുമൊക്കെയുള്ള സൈന്യം. അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വനത്തിലോട്ട് യാത്രയായി. രാം തബ് തക് ഗംഗ പാർ കർ ചിത്രകൂട്ട് പहुंच गए थे. അപ്പോഴേക്കും ശ്രീരാമനാണെങ്കിലോ ഗംഗ താണ്ടി അല്ലെ, ഗംഗയെ താണ്ടി ചിത്രകൂട്ടിലോട്ട് എത്തിച്ചേർന്നു. വഹാ ഏക് ആശ്രം था. ഒരാശ്രമം ഉണ്ടായിരുന്നു അവിടെ. മഹർഷി ഭരദ്വാജ് മഹർഷിയുടെ ഒരാശ്രമം. ഗംഗാ യമുന കെ സംഗം പർ രാം ആശ്രം മേ നഹി രഹന ചാഹത്തെ थे. അവിടെ ഒരു ഗംഗാ യമുന സംഗമമുള്ള ഒരു സ്ഥലമായിരുന്നു. ശ്രീരാമൻ ആ ആശ്രമത്തിൽ നിൽക്കാൻ ആഗ്രഹിച്ചില്ല. കാരണം മഹർഷിക്കോ അസുവിധ ന ഹോ, താക്കി മഹർഷിക്കോ അസുവിധ ന ഹോ, അതായത് മഹർഷിക്ക് ഒരു അസൗകര്യം ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടെ അവിടെ താമസിച്ചില്ല. മഹർഷിനെ ഉന്നെ ഏക് പഹാടി ദിഖായി. ഒരു കുന്ന്, മഹർഷി അവിടെ ഒരു കുന്ന് കാണിച്ചു. സുന്ദർ സ്ഥാൻ സുരമ്യ ദൃശ്യ പർണക്കുട്ടി വഹി ബനായിക. ഇപ്പോൾ നല്ല സുന്ദരമായിട്ടുള്ള ഒരു കുന്നായിരുന്നു, നല്ല സ്ഥലമായിരുന്നു, ഭംഗിയുള്ള ഒരു ദൃശ്യമായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. സുരമ്യ പർണക്കുട്ടി വഹി ബനായിക. അവിടെ തന്നെ പർണക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇലകളൊക്കെ കൊണ്ട് റൂഫ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു കുടീരം. അപ്പോൾ പർണക്കുട്ടി വഹി ബനായി ഗൈ, അവിടെ തന്നെ ഉണ്ടാക്കി.
ഭരത് को सूचना मिल गई थी वे चित्रकूट ही आ रहे थे. അപ്പോൾ ഭരത് രാജകുമാരന് സൂചന ലഭിച്ചിരുന്നു ശ്രീരാമൻ ചിത്രകൂട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ചിത്രകൂട്ട് ഹി ആ രഹേ തെ, അവിടെ തന്നെയായിരുന്നു അവരെല്ലാവരും കൂടെ പോയിക്കൊണ്ടിരുന്നത്. പൂരെ ദൽബൽ കെ സാത്ത്, പൂരെ ദൽബൽ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഉള്ള എല്ലാവരും, അതായത് അനുയായികളും പിന്നെ സേവകന്മാരും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൽബൽ കെ സാത്ത്, സൈന്യവും എല്ലാം. സേന കെ ചലനെ സെ ആസ്മാൻ ധൂൽ സെ അട്ട് ഗയ, അപ്പോൾ സേന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആസ്മാൻ ധൂൽ സെ അട്ട് ഗയ, പൊടിപടലങ്ങൾ കൊണ്ടിങ്ങനെ എന്താണ് മറിഞ്ഞുപോയി, എല്ലാ സ്ഥലമൊക്കെ കാണാതായി, അത്രയ്ക്ക് ഇങ്ങനെ പൊടികൾ പറക്കാൻ തുടങ്ങി. ഹർ ഓർ കോലാഹൽ, എല്ലായിടത്തും ഒരു തരത്തിലുള്ള ബഹളം അല്ലേ, കോലാഹൽ. വേ ശൃംഗവേർപുർ പहुंचे, ശൃംഗവേർപുർ എന്ന സ്ഥലത്ത് അവരെത്തി. നിഷാദ് രാജ് ഗുഹ് കോ സേന ദേഖ് കർ കുച്ച് സന്ദേഹ് ഹുവ, ആ സമയത്ത് അവിടെ ശൃംഗവേർപൂരിലാണ് നിഷാദ് രാജ് ഗു. അപ്പോൾ ഇത് സേനയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നി, സന്ദേഹ് ഹുവ. കहीं राजमद में अहंकार आकर भरत राम पर आक्रमण करने तो नहीं जा रहे हैं. രാജ്മദ്, ആ രാജ്യത്തിൻ്റെ ഇനിയും എന്താണ് ഏകാധിപത്യം കിട്ടാനായിട്ട്, അതായത് ആ അഹങ്കാരത്തിൽ വന്നിട്ട് ഭരത് രാജകുമാരൻ ആക്രമണത്തിന് ഒതുങ്ങുന്നതല്ലോ എന്നൊരു സംശയം. സഹി സ്ഥിതി പതാ ചലി തോ ഉन्होंने ഭരത് കി അഗ്വാനി കി, അപ്പോൾ ശരിയായ സ്ഥിതി, അതായത് എന്തുകൊണ്ടാണ് അവർ വന്നത് എന്നൊക്കെ അവരുടെ വരുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയതോടെ എന്താണ് നിഷാദ് രാജ് ഗു ഉൻകി ഭരത് കി അഗ്വാനി കി, അതായത് ഭരത മഹാരാജാവിൻ്റെ കൂടെ അവരെ വഴി കാണിച്ച് മുന്നോട്ട് നയിച്ചു. ഗംഗ പാർ കർനെ കെ ലിയെ ദേഖത്തെ ദേഖത്തെ 500 നാവേ ജുട്ടാ ദി, അപ്പോൾ എങ്ങനെയൊക്കെയോ എന്താണ് 500 എന്താണ് തോണികൾ എങ്ങനെയൊക്കെയോ അറേഞ്ച് ചെയ്ത് തന്നു. ഈ സൈന്യത്തെയും ഈ ആളുകളെ എല്ലാവരും അങ്ങോട്ട് കടത്താനായിട്ട്, അതായത് ഗംഗ പാർ കർനെ കെ ലിയെ, ഗംഗ കടന്ന് അങ്ങോട്ട് എത്താനായിട്ട് സൗകര്യങ്ങളൊക്കെ രാജാവ് ചെയ്തു കൊടുത്തു, നിഷാദ് രാജ് ഗു ചെയ്തു കൊടുത്തു. രാസ്തേ മേ മുനി ഭരദ്വാജ് കാ ആശ്രം പടാ, അപ്പോൾ പോകുന്ന വഴിക്ക് മുനി ഭരദ്വാജിൻ്റെ ആശ്രമം അവർക്ക് കാണാൻ സാധിച്ചു, അവിടെ എത്തിച്ചേർന്നു അവർ. ഉन्होंने ഭരത് കോ രാം കാ സമാചാർ ദിയ, അങ്ങനെ ഭരദ്വാജ് മഹർഷി ഭരത് രാജകുമാരന് ശ്രീരാമനെ പറ്റിയുള്ള എല്ലാ വാർത്തകളും പറഞ്ഞു. വ മാർഗ് ദിഖായ ജിധർ സെ രാം ഗയ, അപ്പോൾ ആ മാർഗവും കാണിച്ചു കൊടുത്തു, ഏതിലൂടെയാണോ ശ്രീരാമൻ മുന്നോട്ട് നീങ്ങിയത് ആ മാർഗവും കാണിച്ചു കൊടുത്തു. വ പഹാടി ദിഖായി ജഹാ രാം നേ പർണക്കുട്ടി ബനായി, ആ കുന്നും കാണിച്ചു കൊടുത്തു, എവിടെയാണോ ശ്രീരാമൻ ആ പർണക്കുട്ടി ഉണ്ടാക്കി നിൽക്കുന്നത് താമസിക്കുന്നത് ആ സ്ഥലവും കാണിച്ചു കൊടുത്തു, ആ കുടീരം എവിടെയാണ് ഉള്ളത് എന്നതും കാണിച്ചു കൊടുത്തു. അയോധ്യാവാസിയോനെ രാത് ആശ്രമേ ഹി പിതായി, അവിടെ തന്നെ അയോധ്യാവാസികൾ ആശ്രമത്തിൽ തന്നെ അവർ കഴിച്ചുകൂട്ടി ആ രാത്രി. इस संतोष के साथ कि राम अब दूर नहीं है, ആ സന്തോഷത്താൽ അവരവിടെ തന്നെ കഴിച്ചുകൂട്ടി. ശ്രീരാമനെ കാണാനുള്ള സമയം അടുത്തെത്തി അല്ലേ, അബ് ദൂർ നഹി ഹെ, ശ്രീരാമനെ കാണാൻ അവർക്ക് ഉടനെ തന്നെ സാധിക്കുമെന്നുള്ള ആ സന്തോഷത്തിൽ. ആകെ ജംഗൽ ഘനാ था, സേന ചലി തോ വൻ മേ ഖൽബലി മച്ച് ഗയി, അപ്പോൾ ആ കാടാണെങ്കിലോ നല്ല എന്താണ് ഘന എന്ന് പറഞ്ഞാൽ തിങ്ങിയിരിക്കുകയാണ്, വൃക്ഷലതാദികൾ കൊണ്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു കാടാണ്. സേന ചലി തു വൻ മേ ഖൽബലി മച്ച് ഗയി, ആ സൈന്യം മുന്നോട്ട് നീങ്ങിയതോടെ അവിടെ ആകെ കൂടെ ബഹളമായി അല്ലേ, പക്ഷികളും ആനിമൽസും ഒക്കെ ഇങ്ങനെ ഓടാൻ തുടങ്ങി പേടിച്ചിട്ട്. ജാൻവർ ഇധർ ഉധർ ഭാഗ്നെ ലഗെ, പക്ഷിയോനെ അപ്നാ ബസേര ഛോഡ് ദിയ, അപ്പോൾ ആനിമൽസൊക്കെ എന്താണ് മൃഗങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓടാൻ തുടങ്ങി, പക്ഷികളാണെങ്കിലോ അവരുടെ കൂടും വിട്ട് ഓടാൻ തുടങ്ങി, ബസേര അല്ലേ, ബസേരയും വിട്ടിട്ട് ഓടാൻ തുടങ്ങി, അതായത് നെസ്റ്റ് പറക്കാൻ തുടങ്ങി. ഛോട്ടി വനസ്പതിയാം സേനാക്കെ പാം തലേ കുച്ചൽ ഗയി, ചെറിയ ചെടികൾ അല്ലെ വനസ്പതിയാം, അതൊക്കെ എന്താണ് പാം തലേ കുച്ച് ഗയി, സൈന്യം നടന്നുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന സൈന്യങ്ങളാൽ എന്താണ് അത് ചവിട്ടി മെതിക്കപ്പെട്ടു എല്ലാ വനസ്പതികളൊക്കെ. ബഡേ വൃക്ഷ തർത്തറാ ഉഠേ, അപ്പോൾ വലിയ വൃക്ഷങ്ങളാണെങ്കിലോ പേടിച്ചു വിറച്ചു എന്നാണ് പറയുന്നത്. രാം ഓർ സീത പർണക്കുട്ടി മേത്തി, ആ സമയത്ത് ശ്രീരാമനും സീതയും പർണക്കുട്ടിയിൽ ആ കുടീരത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മൺ പെഹ്റാ ദേ രഹേ തേ, ലക്ഷ്മണനാണെങ്കിലോ പുറത്ത് ഇങ്ങനെ
ഗാർഡ് ചെയ്യുകയായിരുന്നു. പെഹ്റ ദേന എന്ന് പറഞ്ഞാൽ ഗാർഡ് ചെയ്യുക. കോലാഹൽ ഉനോനെ ഭി സുന, ആ ഒരു ബഹളം അല്ലേ, ആ കാട്ടിൻ്റെ ഉള്ളിൽ നടന്ന ആ ബഹളമൊക്കെ ലക്ഷ്മണനും ആ സമയത്ത് കേട്ടിരുന്നു. വേ ഏക് ഊഞ്ചെ പേട് പർ ചढ़ गए देखने के लिए कि मामला क्या है. അത് കേട്ടപ്പാടെ ലക്ഷ്മണ രാജകുമാരൻ ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ കയറി നോക്കി, ഇതെന്താണ് സംഭവം, എന്താണ് നടക്കുന്നത് അല്ലേ എന്ന് നോക്കി. देखने के लिए कि मामला क्या है, എന്താണ് കാര്യം എന്ന് നോക്കാനായിട്ട് മരത്തിൻ്റെ മുകളിൽ കയറി. लक्ष्मण ने देखा कि विराट सेना चली आ रही है. सेना का ध्वज जाना पहचाना था. അപ്പോൾ ലക്ഷ്മൺ എന്താണ് മരത്തിൻ്റെ മുകളിൽ കയറിയപ്പോൾ കണ്ടത്? ഒരു വിരാട് സേന, അതായത് വൻ സൈന്യം ഇങ്ങോട്ട് മുന്നോട്ട് നീങ്ങി വരുന്നുണ്ട്. സേന കാ ധ്വജ് ജാന പഹചാന, അതായത് സൈന്യത്തിൻ്റെ ആ കോടി എവിടെയോ കണ്ടതുപോലെയുണ്ട്. അയോധ്യ കി സേനാഥി, എന്നിട്ട് കണ്ടപ്പോൾ മനസ്സിലായി അയോധ്യയുടെ സൈന്യമാണ് എന്ന്. വേ ഉത്തർ की ओर से आगे बढ़ रहे थे. അവർ ഉത്തർ की ओर, അതായത് വടക്ക് ദിശയിലോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലക്ഷ്മണനെ പേട് സേ ഹി ചീഖ് കർ കഹാ, മരത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ ലക്ഷ്മണൻ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഭയ്യ ഭരത് सेना के साथ इधर आ रहे हैं. लगता है वे हमें मार डालना चाहते हैं ताकि एक छत्र राज कर सकें. ഭയ്യ ചേട്ടാ, ഭരതൻ ഇങ്ങോട്ട് സൈന്യവും കൊണ്ട് വരുന്നുണ്ട്, തോന്നുന്നു ഞങ്ങളെ കൊല്ലാനാണ്, അതായത് ഞങ്ങളെ വധിക്കാനാണ് വരുന്നത്. താക്കി ഏക ഛത്ര രാജ് കർ സക്കെ, ഒറ്റയ്ക്ക് അല്ലേ, ഒരാളായിട്ട് ഭരിക്കുക, അതായത് ഏക ഛത്ര, അങ്ങനെ ചെയ്യാനാണ് ഭരത് ഇവിടെ വരുന്നത് എന്ന് ഒച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. താക്കി ഏകഛത്ര രാജ് കർ സക്കെ, ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് വരുന്നത്, ഏകാധിപത്യം അല്ലേ, അങ്ങനെ വരുന്നത് എന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. റാം കുട്ടി സെ ബാഹറായെ ഉൻഹോനെ ലക്ഷ്മൺ കോ സംജായ. രാമൻ കുടീരത്തിൽ നിന്നും പുറത്തു വന്നു, എന്നിട്ട് ലക്ഷ്മണനെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി. ഭരത് ഹം പർ ഹംല നഹി കരേഗ, കഭി നഹി, വ ഹം ലോഗോं से भेंट करने आ रहा होगा, राम ने कहा. ഭരതൻ ഞങ്ങളെ അങ്ങനെ ചെയ്യത്തില്ല, ഹം പർ ഹംല നഹി കരേഗ, ഞങ്ങളെ അറ്റാക്ക് ചെയ്യത്തില്ല, ഞങ്ങളെ കഭി നഹി, ഒരിക്കലുമില്ല. വ ഹം ലോഗോं से भेंट करने आ रहा होगा, ഞങ്ങളെ വെറും കാണാനായിട്ട് മാത്രമായിരിക്കും ഭരതൻ ഇങ്ങോട്ട് വരുന്നത്. राम ने कहा, श्रीरामन പറഞ്ഞു. भेंट के लिए सेना के साथ आने का क्या औचित्य, दो भाइयों के मिलन में सेना का क्या काम. അങ്ങനെ ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞു, അങ്ങനെ കണ്ടുമുട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ അല്ലേ, കാണാനാണ് വരുന്നത് എങ്കിൽ സൈന്യത്തെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? ഔചിത്യം എന്ന് പറഞ്ഞാൽ ഉചിതമാണോ, ഇങ്ങനെ സൈന്യത്തെ കൊണ്ടുവരുന്നത് ഉചിതമാണോ, ഔചിത്യം. ദോ ഭായിയോं के मिलन में सेना का क्या काम. അങ്ങനെ രണ്ട് സഹോദരങ്ങളുടെ ഇടയ്ക്ക് സഹോദരങ്ങളെ കാണണം എന്നുണ്ടെങ്കിൽ അവരുടെ ഇടയ്ക്ക് സൈന്യത്തെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? സൈന്യത്തിന് എന്താണ് ഇവിടെ ജോലി, എന്താണ് പണി? സൈന്യത്തിൻ്റെ ആവശ്യം എന്താണ്? ലക്ഷ്മൺ ആശ്വസ്ത് നഹി थे, वे सेना पर आक्रमण करना चाहते थे. राम ने उन्हें रोक दिया. അപ്പോൾ ലക്ഷ്മണൻ ആശ്വസ്ത നഹി थे, അതായത് സ്വയം അസ്വസ്ഥനായിരുന്നു. ആശ്വസ്ത എന്ന് പറഞ്ഞാൽ സ്വയം സമാധാനിക്കുന്നില്ലായിരുന്നു. വേ സേന പർ ആക്രമൺ കർണ ചാത്തേ थे, राम ने उन्हें रोक दिया. സ്വയം ആക്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ശ്രീരാമൻ തടഞ്ഞു, रोक दिया. वीर पुरुष धैर्य का साथ कभी नहीं छोड़ते. कुछ समय प्रतीक्षा करो, इस प्रकार का उतावलापन उचित नहीं है. അപ്പോൾ വീരപുരുഷന്മാർ ധൈര്യത്തെ ഒരിക്കലും കൈവിട്ട് കളയാറില്ല. കുച്ച് സമയം പ്രതീക്ഷ കുറച്ച് സമയം കാത്തിരിക്കുക. ഇസ് പ്രകാർ കാ ഉത്താവലാപ്പൻ ഉചിത് നഹി ഹെ. ഉത്താവലാപ്പൻ എന്ന് പറഞ്ഞാൽ തിടുക്കം കാണിക്കുക, തിരക്ക് കാണിക്കുക. അപ്പോൾ ഉത്താവലാപ്പൻ ഉചിത് നഹി ഹെ, ഇങ്ങനെയുള്ള തിടുക്കം നല്ലതിനല്ല. ഭരത് ने सेना पहाड़ी के नीचे रोक दी, നഗരവാസിയോं से भी वहीं ठहरने को कहा. അപ്പോൾ ഭരതരാജകുമാരൻ സൈന്യത്തെ ആ കുന്നിൻ്റെ താഴെ തന്നെ അവിടെ നിർത്തിവെച്ചു, സൈന്യത്തെ അവിടെ തന്നെ നിർത്തി. എന്നിട്ട് നഗരവാസിയോं से भी वहीं ठहरने को कहा, നഗരവാസികൾക്കും അവിടെ തന്നെ നിൽക്കാനായിട്ട് പറഞ്ഞു. കോലാഹൽ थम गया, അങ്ങനെ ആ ബഹളമൊക്കെ നിന്നുപോയി. ഉസ്കി ജഗ പുനഃ വൻ കി നൈസർഗിക് ശാന്തി, ആ വനത്തിലുള്ള പണ്ടത്തെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ആ ശാന്തി അല്ലേ, അത് അതുപോലെ വീണ്ടും തിരിച്ചു വന്നു, അതായത് ആ ഒരു സമാധാനം തിരിച്ചു വന്നു. ഭരത് ने पहाड़ी को प्रणाम किया, शत्रुघ्न को साथ लेकर नंगे पाव ऊपर चढ़े. അപ്പോൾ രാജകുമാരൻ കുന്നിനെ പ്രണമിച്ചു, എന്നിട്ട് ശത്രുഘ്നൻ്റെ കൂടെ പാദങ്ങളിൽ അല്ലെ നഗ്നപാദനായി മുകളിലോട്ട് കയറാൻ തുടങ്ങി.
പാവോं की गति अचानक बढ़ गई. അപ്പോൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങി എന്നാണ്. പാവോं की गति अचानक बढ़ जाना, അതായത് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ഭായി സെ മിൽനെ की उत्कंठा में, അതായത് സഹോദരനെ, അതായത് ചേട്ടനെ കാണാനുള്ള ആ എന്താണ് ക്യൂരിയോസിറ്റിയിൽ, കാണാനുള്ള ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. വേ ഓർ പ്രതീക്ഷ നഹി കർ സക്തേ തെ, ഇനിയും കാത്തിരിക്കാൻ വയ്യായിരുന്നു. അവിടെ ആ കുന്നിൽ ദൂരെ ഒരു ചിത്രം, ശ്രീരാമൻ അവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു. വ രാം തെ ശിലാ പർ ബൈഠേ ഹുവേ, പാറയുടെ മുകളിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. പാസി സീത ഓർ ലക്ഷ്മൺ ബൈഠേ തെ, അടുത്ത് തന്നെ സീതയും ലക്ഷ്മണനും ഇരിക്കുന്നുണ്ടായിരുന്നു. ഭരത് ദോഡ് പടേ, ഭരത രാജകുമാരൻ ഓടി. രാം കെ ചരണോ മേ ഗിർ പടേ, പാദങ്ങളിൽ, ശ്രീരാമൻ്റെ പാദങ്ങളിൽ വീണു, പാദങ്ങളിൽ വീണു. ഉൻകെ മുഹ് സെ ഏക് ശബ്ദ് ഭി നഹി നിക്ല, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു ശബ്ദം പോലും വന്നില്ല, അതായത് ഒന്നും സംസാരിക്കാൻ സാധിച്ചില്ല. ശത്രുഘ്നെ ഭി രാം കി ചരൺ വന്ദനാക്കി, ശത്രുഘ്നും അദ്ദേഹത്തെ വന്ദിച്ചു, പാദങ്ങളിൽ വന്ദിച്ചു. ബോലെ വേ ഭി നഹി, അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല, ശത്രുഘ്നും ഒന്നും സംസാരിച്ചില്ല. ഉन्होंने दोनों को उठाकर सीने से लगा लिया, सबकी आंखों में आंसू थे. അപ്പോൾ അദ്ദേഹം രണ്ടുപേരെയും, ശ്രീരാമൻ രണ്ടുപേരെയും എണീപ്പിച്ച് ആലിംഗനം ചെയ്തു. സബ്കി ആംഖോ മേ ആംസൂ തെ, എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഭരത് സാഹസ് നഹി ജുട്ടാ പാ രഹേ തെ, അദ്ദേഹത്തിന് ധൈര്യം വരുന്നില്ലായിരുന്നു, അല്ലേ, ധൈര്യം കൈവരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ബഡേ ഭായി കോ യഹ സൂചന ദേനെ കാ കി പിതാ ദശരഥ് നഹി രഹേ, അച്ഛൻ അന്തരിച്ചു എന്ന കാര്യം പറയാൻ, ദശരഥ മഹാരാജാവ് അന്തരിച്ചു, നിര്യാതനായി എന്ന് പറയാനുള്ള എന്താണ് ആ സമാചാരം, ആ വാർത്ത നൽകാനുള്ള ധൈര്യം വരുന്നില്ലായിരുന്നു. എക് ദുഃഖദ് സമാചാർ ഹെ ഭ്രാത എന്നെങ്ങനെയോ പറഞ്ഞു തുടങ്ങി ഭരതരാജകുമാരൻ. ഒരു എന്താണ് വിഷമമുള്ള ഒരു വാർത്ത അറിയിക്കണം എന്ന് പറഞ്ഞു. ബഹുത് കഠിനായി സെ ഉനോനെ കഹ, വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. പിതാ ദശരഥ് നഹി രഹേ, ആപ്കെ ആനെ കെ ഛട്ടേ ദിൻ ദുഃഖ് മേ പ്രാൺ ത്യാഗ് ദിയേ. അപ്പോൾ ദശരഥ മഹാരാജാവ്, തൻ്റെ പിതാവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, താങ്കൾ ഇവിടുന്ന് ഇറങ്ങി, അതായത് അയോധ്യയിൽ നിന്നും ഇറങ്ങിയ 6ാമത്തെ ദിവസം തന്നെ അദ്ദേഹം തൻ്റെ ജീവൻ ത്യജിച്ചു. ദുഃഖ് മേ പ്രാൺ ത്യാഗ് ദിയ, ആ വിഷമത്തിൽ അദ്ദേഹം തൻ്റെ ജീവൻ ത്യജിച്ചു. രാം സൻ രഹ ഗയേ ശോക് മേ ഡൂബ് ഗയേ, ശ്രീരാമൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, സന്ന് രഹജാന, അല്ലേ, ഇങ്ങനെ നിന്നുപോയി. ഷോക്ക് മേ ഡൂബ് ഗയേ, അങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ മുഴുകിപ്പോയി. राम को पता चला कि भरत के साथ केवल सेना नहीं आई है. അപ്പോൾ ശ്രീരാമന് മനസ്സിലായി ഭരത രാജകുമാരൻ്റെ കൂടെ സൈന്യം മാത്രമല്ല വന്നത്. നഗരവാസി ആയേ ഹേ, ഗുരുജൻ ഹേ, മാതാ ഹേ, കൈകേയി ഭി. അപ്പോൾ ഭരതരാജകുമാരൻ്റെ കൂടെ നഗരവാസികളും ഗുരുജനങ്ങളുമുണ്ട്, മാതാ ഹേ, അമ്മമാരുമുണ്ട്, കൈകേയും കൂടെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. രാം ലക്ഷ്മൺ പഹാടി സെ ഉത്തർക്കർ ഉൻസെ ഭേന്റ് കർനെ ആയി. ശ്രീരാമനും ലക്ഷ്മണനുമെല്ലാം അവിടെ നിന്ന് ആ കുന്നിൽ നിന്നും ഇറങ്ങി അവരെ കാണാനായിട്ട് അവിടെ എത്തി, താഴോട്ട് എത്തി. सबसे स्नेह से मिले, सीता को तपस्विनी के वेश में देखकर माताएं दुखी हुई. എല്ലാവരെയും സ്നേഹത്തോടെ കണ്ടുമുട്ടി. സീതാക്കോ തപസ്വിനി, സീതയെ തപസ്വിനിയുടെ ആ വേഷത്തിൽ കണ്ടപ്പോൾ എല്ലാ അമ്മമാരും ഇങ്ങനെ വിഷമിച്ചു. രാംനെ കൈകേയിക്കോ പ്രണാം കിയ സഹജ് ഭാവ് സെ, കൈകേയി മൻ ഹി മൻ പച്താ രഹി തി. കൈകേയിയെ ഇങ്ങനെ സഹജ് ഭാവ് സെ, അതായത് നല്ല വിനയത്തോടെ പ്രണമിച്ചു. കൈകേയി മൻഹി മൻ പച്താ രഹി തി, കൈകേയിയുടെ മനസ്സിലിങ്ങനെ പശ്ചാത്തപം ഉണ്ടായിരുന്നു, മനസ്സിങ്ങനെ പശ്ചാത്തപിക്കുന്നുണ്ടായിരുന്നു. अगले दिन भरत ने राम से राजग्रहण का आग्रह किया, समझाया, विनती की कि अयोध्या लौट चले. അടുത്ത ദിവസം ഭരതരാജകുമാരൻ ശ്രീരാമനെ രാജഗ്രഹൺ കാ ആഗ്രഹ കിയ, ശ്രീരാമനോട് പറഞ്ഞു രാജ്യം സ്വീകരിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. സംജായ, പറഞ്ഞു മനസ്സിലാക്കി. വിൻതിക്ക്, റിക്വസ്റ്റ് ചെയ്തു, അല്ലേ, വിനയത്തോടെ റിക്വസ്റ്റ് ചെയ്തു. വിൻതിക്ക് കി അയോധ്യ ലോട്ട് ചലെ, അയോധ്യയിലോട്ട് തിരിച്ച് പോകാം എന്ന് റിക്വസ്റ്റ് ചെയ്തു. രാം ഇസ്കെ ലിയെ തയ്യാർ നഹി ഹുവേ, ഇതിന് ശ്രീരാമൻ തയ്യാറായിട്ടില്ല.
ആയില്ല. पिता की आज्ञा का पालन अनिवार्य है. पिता की मृत्यु के बाद मैं उनका वचन नहीं तोड़ सकता. അങ്ങനെ ശ്രീരാമൻ പറഞ്ഞു, അച്ഛൻ്റെ ആജ്ഞയായിരുന്നു, ഞാൻ പാലിക്കുകയാണ്, അത് പാലിക്കുന്നതാണ് ശരി, അനിവാര്യ. പിതാക്കി മൃത്യുക്കെ ബാദ് മേ ഉൻകാ വചൻ നഹി തോട് സക്ത. അദ്ദേഹം നിര്യാതനായതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഞാൻ ഉൻകാ വചൻ നഹി തോട് സക്ത, എനിക്ക് അച്ഛൻ്റെ ആ വചനം, അച്ഛന് കൊടുത്ത ഞാൻ ആ വാക്ക്, എനിക്ക് വാക്കില്ലാതാക്കാൻ സാധിക്കത്തില്ല, അല്ല, വാക്കെനിക്ക് പാലിക്കണം. ഭരത് കോ രാജ്കാജ് സംജായ, കഹാ കി അബ് തും ഹി ഗദ്ദി സംഭാലോ, യ പിതാ കി ആജ്ഞ ഹെ. അപ്പോൾ ഭരതന് രാജ്കാജ് സംജായ, അതായത് രാജഭരണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. കഹാ കി അബ് തും ഹി ഗദ്ദി സംഭാലോ, ഇനി നീ തന്നെയാണ് രാജസിംഹാസനം സംരക്ഷിക്കേണ്ടത്. യ പിതാക്കി ആജ്ഞ, ഇത് അച്ഛൻ്റെ ആജ്ഞയാണ് എന്ന് പറഞ്ഞു. राम भरत संवाद के समय मंत्री और सभासद वहाँ उपस्थित थे. ശ്രീരാമനും ഭരതനും ഇങ്ങനെ സംവാദം, അതായത് അവർ തമ്മിൽ വാർത്താലാപം നടക്കുന്ന സമയത്ത് അവിടെ മന്ത്രിമാരും സഭയിലെ സദസ്സിലെ ആളുകളും എല്ലാവരും അവിടെ പ്രസൻ്റ് ആയിരുന്നു, എല്ലാവരും സബ് ഉപസ്ഥിതി അവിടെ ഉണ്ടായിരുന്നു. മുനി വശിഷ്ഠ മുനിയും ഉണ്ടായിരുന്നു. ഭരത് ബാർ ബാർ രാം സെ ലോട്ട്നെ കാ ആഗ്രഹ കർത്തേ രഹേ. വീണ്ടും വീണ്ടും ഭരതരാജകുമാരൻ ശ്രീരാമനെ തിരിച്ചു വരാനായിട്ട് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. राम हर बार पूरी विनम्रता और दृढ़ता के साथ इसे अस्वीकार करते रहे. ശ്രീരാമനാണെങ്കിലോ മുഴുവൻ, അതായത് വിനയത്തോടെയും പിന്നെന്താ ദൃഢതയോടെ, അതായത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വരാൻ ആഗ്രഹമില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് ഇസെ അസ്വീകാർ കർത്തേ രഹേ, അത് സ്വീകരിക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അസ്വീകാർ കർത്തേ രഹേ. महर्षि वशिष्ठ ने कहा, राम रघुकुल की परंपरा में राजा ज्येष्ठ पुत्र ही होता है. അപ്പോൾ ശ്രീരാം രഘുകുലത്തിൻ്റെ പരമ്പര അനുസരിച്ചിട്ട് രാജാവാകേണ്ടത് ജ്യേഷ്ഠപുത്രനാണ്, മൂത്തപുത്രനാണ് ആകേണ്ടത്. തുമേ അയോധ്യ ലോട്ട് കർ അപ്നാ ദായിത്വ നിഭാനാ ചാഹിയേ, ഇസി മേ കുൽ കാ മാൻ ഹെ. ശ്രീരാമൻ എന്താണ് ചെയ്യേണ്ടത്? അയോധ്യയിൽ തിരിച്ചു വന്ന് തൻ്റെ കടമ, ദായിത്വം എന്ന് പറഞ്ഞാൽ കടമ നിർവഹിക്കണം എന്നതാണ് ശരി. ഇസി മേ കുൽ കാ മാൻ, അതിൽ തന്നെയാണ് കുലത്തിൻ്റെ മഹിമ ഉള്ളത് എന്ന് വശിഷ്ഠമുനി ശ്രീരാമനോട് പറഞ്ഞു. राम ने बहुत सम्यक स्वर में कहा, चाहे चंद्रमा अपनी चमक छोड़ दे, सूर्य पानी की तरह ठंडा हो जाए, हिमालय शीतल न रहे, समुद्र की मर्यादा भंग हो जाए, परंतु मैं पिता की आज्ञा से विरत नहीं हो सकता. मैं उन्हीं की आज्ञा से वन आया हूँ, उन्हीं की आज्ञा से भरत को राजगद्दी संभालनी चाहिए. ശ്രീരാമൻ രാമനെ ബഹുത് സമ്യക് സ്വരമേ, അതായത് ശ്രീരാമൻ നല്ല മിതമായിട്ടുള്ള സ്വരത്തിൽ, മിതത്വത്തോടെ അല്ലേ, മിതമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു. ചാഹെ ചന്ദ്രമ അപ്നി ചമക് ഛോഡ് ദേ, ചന്ദ്രമ അതായത് ചന്ദ്രൻ തൻ്റെ നിലാവിനെ വിട്ടോട്ടെ, അതായത് നിലാവില്ലാതാകട്ടെ ചന്ദ്രന്. സൂര്യ പാനിക്ക് തര ഠണ്ടാ ഹോ ജായ്, സൂര്യൻ ആ തപ്പിച്ച് നിൽക്കുന്ന ആ സൂര്യൻ അല്ലേ, അത് വെള്ളത്തെ പോലെ തണുത്ത് പോകട്ടെ. ഹിമാലയ് ശീതൾ ന രഹേ, ഹിമാലയ് ശീതളമായിട്ട്, അതായത് അതിൻ്റെ തണുപ്പ് വിട്ടോട്ടെ, തണുപ്പില്ലാതാകട്ടെ ഹിമാലയത്തിൻ്റെ. സമുദ്രക്ക് മര്യാദ ഭംഗ് ഹോ ജായ്, സമുദ്രത്തിൻ്റെ ആ മര്യാദ ഇല്ലാതാകട്ടെ. പരന്തു മേ പിതാക്കി ആജ്ഞാസെ വിരത് നഹി ഹോ സക്ത, പക്ഷേ ഞാൻ പിതാവിൻ്റെ ആജ്ഞയിൽ നിന്നും വേറിട്ട് നിൽക്കത്തില്ല, അതായത് വിപരീതമായിട്ട് ഞാൻ ചെയ്യത്തില്ല. വിരത് നഹി ഹോ സക്ത, അതിന് വിപരീതമായിട്ട് ഞാൻ ചെയ്യത്തില്ല. मैं उन्हीं की आज्ञा से वन आया हूँ, उन्हीं की आज्ञा से भरत को राजगद्दी संभालनी चाहिए. ഞാൻ അച്ഛൻ്റെ ആഗ്രഹം കൊണ്ട് ആഗ്രഹത്താലാണ്, ആജ്ഞ കേട്ടിട്ടാണ് ഈ വനത്തിലോട്ട് വന്നത്, വനത്തിലോട്ട് പ്രവേശിച്ചത്. ആയാ ഹൂँ ഉന്നി की आज्ञा से ഭരത് को राजगद्दी संभालनी चाहिए. അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഭരതിനും ഈ രാജസിംഹാസനം ഏറ്റെടുക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് അറിയിച്ചു. राम किसी तरह लौटने को तैयार नहीं हुए. भरत के चेहरे पर निराशा के भाव थे. ശ്രീരാമൻ എങ്ങനെയാണെങ്കിലും എന്ത് വന്നാലും തിരിച്ചു വരാൻ തയ്യാറല്ലായിരുന്നു. ലോട്ട്നെ കോ തയ്യാർ നഹി थे.
ഭരത് കെ ചേരെ പർ നിരാശാക്കെ ഭാവ് തെ. ഭരത് രാജകുമാരൻ്റെ മുഖത്ത് നിരാശയുടെ ഭാവമായിരുന്നു. വിഫൽ ഹോ ഗയെ തെ. അദ്ദേഹം എന്താണ് വിഫലനായി, അതായത് അദ്ദേഹം അതിൽ സക്സസ് ആയില്ല. റാം കോ മനാനെ മേ, ശ്രീരാമനെ പറഞ്ഞ് മനസ്സിലാക്കി അയോധ്യയിലോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ടില്ല. ആപ് നഹി ലौटेंगे तो मैं भी खाली हाथ नहीं जाऊंगा. आप मुझे अपनी खड़ाऊं दे दे, मैं 14 वर्ष उसी की आज्ञा से राजकाज चलाऊंगा. താങ്കൾ തിരിച്ചു വരത്തില്ല എന്നുണ്ടെങ്കിൽ तो मैं भी खाली स्थान नहीं जाऊंगा, खाली हाथ नहीं जाऊंगा, ഞാൻ കയ്യിലൊന്നുമില്ലാതെ തിരിച്ച് പോകത്തില്ല താങ്കൾ വരത്തില്ല എന്നുണ്ടെങ്കിൽ. ആപ് മുझे अपनी खड़ाऊं दे दे. खड़ाऊं എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പണ്ട് കാലത്തൊക്കെ എന്താണ് മരം കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ്, ഒരുതരം ചെരുപ്പാണ്. അപ്പോൾ അതിന് ഖടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീരാമൻ്റെ ഖടാവും അത് താൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു തൻ്റെ കൂടെ. മേ 14 വർഷ ഉസീക്ക് ആജ്ഞാസെ രാജ്കാജ് ചലാവുക. 14 വർഷം അതിൻ്റെ ആജ്ഞ കേട്ടിട്ട് ഞാൻ എങ്ങനെയെങ്കിലും രാജ്യം ഭരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. ഭരത് കാ യഹ് ആഗ്രഹ രാം നെ സ്വീകാർ കർ ലിയ, അപ്നി ഖടാവും ദേ ദേ. അങ്ങനെ ഭരത രാജകുമാരൻ്റെ ഈ ആഗ്രഹം ശ്രീരാമൻ സ്വീകരിച്ചു. അങ്ങനെ തൻ്റെ ഖടാവും എടുത്ത് ഭരതിനെ ഏൽപ്പിച്ചു. ഭരത് നെ ഖടാവും കോ മാഥേ സെ ലഗായ. ഭരത രാജകുമാരൻ ആ ഖടാവും എടുത്ത് തൻ്റെ നെറ്റിയിലോട്ട് തൊടിച്ചു, അതിനെ പ്രണമിച്ചു. ഓർ कहा 14 वर्ष तक अयोध्या पर इन चरण पादुकों का शासन रहेगा. അങ്ങനെ പറഞ്ഞു ഭരത രാജകുമാരൻ പറഞ്ഞു 14 വർഷം അയോധ്യ ഇനി ഭരിക്കുന്നത് ഈ പാദുക, അതായത് ചരൺ പാദുകാവും എന്ന് പറഞ്ഞാൽ ഈ ഖടാവും ആയിരിക്കും ഭരിക്കുന്നത്. സബ്കോ പ്രണാം കർ രാംനെ ഉന്നെ ചിത്രകൂട്ട് സെ വിദാ കിയ. എല്ലാവരെയും പ്രണമിച്ച് അവരെ ചിത്രകൂട്ടിൽ നിന്നും അവരെ വിട പറഞ്ഞു. राम की चरण पादुकाओं को एक सुसज्जित हाथी पर रखा गया. പ്രതിഹാരി ഉസ് പർ ചാവർ ഡുലാത്തെ രഹെ. അപ്പോൾ ശ്രീരാമൻ്റെ ചരൺ പാദുക്കായ, അതായത് ഖടാവും അത് സുസജ്ജിതമായ, അതായത് സജ്ജീകരിക്കപ്പെട്ടു. ആനയുടെ മുകളിൽ നല്ലോണം സജ്ജീകരിച്ച് വെച്ചു. എന്നിട്ട് പ്രതിഹാരി ഉസ് പർ ചാവർ ഡുലാത്തെ രഹെ. പ്രതിഹാരി എന്ന് പറഞ്ഞാൽ ദ്വാരപാലകന്മാർ. അതിനെ എന്താണ് വിശറി, ഒരു തരത്തിലുള്ള വിശറിയാണ് ചാവർ എന്ന് പറഞ്ഞാൽ. പണ്ട് രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് അത് സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും ഒക്കെ ഹാൻഡിൽ വെച്ചിട്ട് പശുവിൻ്റെ വാലുകൊണ്ടുണ്ടാക്കുന്ന ഒരു വിശറിയാണ്. അപ്പോൾ ചാവർ ഡുലാത്തെ രഹെ. അയോധ്യ പहुंचकर भरत ने പാദുകാ പൂജൻ കിയ. അവിടെ അയോധ്യയിൽ എത്തിയപാടെ ഭരത രാജകുമാരൻ ആ പാദുകങ്ങളെ പൂജിക്കുകയാണ് ചെയ്തത്. കഹ യെ പാദുകായും രാം കി ധരോഹർ ഹെ. ഇത് ശ്രീരാമൻ്റെ സമ്പത്താണ്. മേ ഇൻകി രക്ഷാ കറുങ്ക. ഞാൻ ഇതിനെ സംരക്ഷിക്കും, ഇതിനെ സൂക്ഷിക്കും. എനിക്ക് ഗരിമാക്കോ ആഞ്ച് നഹി ആനെ ദുങ്ക. ഇതിൻ്റെ അന്തസ്സിനെ ഞാൻ അന്തസ്സ് നശിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഭരത് അയോധ്യ മേ കഭി നഹി റുക്കെ. ഭരത രാജകുമാരൻ അയോധ്യയിൽ ഒരിക്കലും അവിടെ നിന്നില്ല. തപസ്വിക്ക് വസ്ത്ര പഹനെ ഓർ നന്ദിഗ്രാം ചലേ ഗയെ. തപസ്വിയുടെ വസ്ത്രം അണിഞ്ഞ് നന്ദിഗ്രാമിലോട്ട് അദ്ദേഹം യാത്രയായി. ജാത്തെ സമയ ഉन्होंने कहा मेरी अब केवल एक इच्छा है, इन पादुकाओं को उन चरणों में देखूं जहां इन्हें होना चाहिए. ഇനി എനിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്കിനി ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. കേവൽ ഏക് ഇച്ഛാ ഹെ, ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇൻ പാദുക്കോം കോ ഉൻ ചരണോ മേ ദേഖോ. ഈ പാദുകങ്ങളെ, അതായത് ഖടാവും ഇത് അത് ആ മനുഷ്യൻ്റെ, അതായത് ശ്രീരാമൻ്റെ പാദങ്ങളിൽ ഇത് അണിഞ്ഞ് എനിക്ക് കാണണം. ജഹാ ഇനെ ഹോനാ ചാഹിയെ. എവിടെയാണോ ഈ പാദുകങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നത് അത് അണിഞ്ഞ് എനിക്ക് കാണണം. മേ രാം കെ ലോട്ട്നെ കി പ്രതീക്ഷ കറുങ്ക 14 വർഷ. ഞാൻ ശ്രീരാമൻ തിരിച്ചു വരുന്നതും പ്രതീക്ഷിച്ച് തീർച്ചയായിട്ടും ഇരിക്കും 14 വർഷം എന്ന് പോകുന്നതിന് മുമ്പ് ഭരത രാജകുമാരൻ എല്ലാവരെയും അറിയിച്ചു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്